ആഴ്ചത്തെ വീക്കിലി ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് പൂനെ കോടതി വരെ കാണാൻ പോകുന്നതാണ് ടാസ്ക്. അപ്പൊ എല്ലാരും ഇങ്ങനെ ബസ്സിൽ കയറി ഇപ്പൊ പോവാണ് ഗൈസ്. സോ ബേസിക്കലി നമുക്ക് വീഡിയോയുടെ ഇൻട്രോയിൽ കാര്യം എന്ന് പറയാം. സോ ഞങ്ങള് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നത് അറിയാം, നമ്മൾ ലോ സ്റ്റുഡൻസ് ആണ്. സോ ബേസിക്കലി ഞങ്ങൾ ഇന്ന് ബിഗ് ബോസ് ആയിട്ട് ഒരു ദിവസം നിൽക്കാൻ പോവാണ്. ഞങ്ങളപ്പോൾ ഒരു വീക്ക്ലി ടാസ്ക് ഇന്ന് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്റെ പുറകെ നടന്ന് വഴക്കുണ്ടാക്കിയാൽ ഞാൻ പ്രതികരിക്കും. എടാ, കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു, കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. പിന്നെ അവൻ എന്താ എന്നെ ചെയ്യാൻ? വാങ്ങോട്ടാ, നീ പോയി നിന്റെ പിതാവിനെ സ്നേഹിക്കുക. നിങ്ങൾ അശ്വന് സത്യമായിട്ട് മനസ്സിലായില്ല. അവനാ പെണ്ണിന്റെ കൈ പിടിച്ചോണ്ട് എന്നെ സുന്ദരി അഭിസംബോധന ചെയ്തിട്ട് തേക്കപ്പെട്ട സുന്ദരിയാണോ ചോദിക്കാൻ എന്താ? അയ്യോ അങ്ങനെയല്ല കേട്ടോ. അരുന്ധതി, ക്യാമറ നോക്കി പറയാം. ബിഗ് ബോസ്, ബിഗ് ബോസ്, ക്യാമറ നോക്കി കണ്ടന്റ് ഉണ്ടാക്കുന്ന ബിഗ് ബോസ്. ബിഗ് ബോസ് രാവിലെ പാട്ടിടാതെ നമുക്ക് ഡാൻസ് കളിക്കാൻ പറ്റില്ല. ബിഗ് ബോസ്, നമുക്കൊരു പാട്ടിടാം. എവിടെ നടത്തിയ ഇത്? എവിടെ നടത്തി? ഇത് എന്റെ കുപ്പിയാണ്. ഉണ്ടോ? കാണിക്കുക. ഞാനൊരു മാടപ്രാവാണ് ഗൈസ്. സമാധാനത്തിന്റെ എന്നിട്ട് ഈ വീട്ടിൽ ഫുള്ള് കണ്ടന്റ് ഉണ്ടാക്കുവാണല്ലോ. സ്ക്രീൻ സ്പേസ് കിട്ടുന്നില്ല. സ്ക്രീൻ സ്പേസിനകത്തോട്ട് ജനിച്ചു വീണ സാധനം. വരി വരിയായി മാത്രം കേറ് അശ്വിൻ, വരി വരിയായി വരിക. അരുന്നത് എന്നെ പിടിച്ചിട്ട് നീ കേറുവാണോ? എനിക്ക് വണ്ടിയെ കേറിയപ്പോഴേ ഛർദ്ദിക്കാൻ വരുന്നു ഫോർ സം റീസൺ. സ്ക്രീൻ സ്പേസ് പൂജയ്ക്ക് വളരെ കുറവാ. വോട്ട് കിട്ടത്തില്ല. ഞാൻ പറഞ്ഞു അനിരുദ്ധിനെ നമ്മളിപ്പം ചെറുതായിട്ട് മെഡിക്കൽ റൂമിൽ കൊണ്ടുപോയി. ഇവിടുന്ന് കാണിച്ചതായിരുന്നു കോമഡി. പട്ടി വരയ്ക്ക് അരുത് വരയ്ക്കരുത്. അവരൊക്കെ അവിടെ എൻജോയ് ചെയ്യുകയാണ്. ഇതൊക്കെയാണ് കാണേണ്ടത്. ഞങ്ങളിവിടെ ഇപ്പൊ ശ്രദ്ധിക്കും. ഓൾറെഡി 2 ഗുളിക കഴിച്ചിട്ടായിരിക്കുന്നത്. കുറെ ട്രാവൽ ചെയ്യാനുണ്ടല്ലോ. ഓൾമോസ്റ്റ് ലൈക്ക് മോർ ദാൻ 2 hours, മേ ബി 2.5 hours ട്രാവൽ ഉണ്ട്. കുഴപ്പമില്ലാണ്ട് പറയണേ. ആണോ? ഇടയ്ക്ക് എന്നത് ചെയ്തതാണ്, കുഴപ്പമില്ല. പൂനെയുടെ തെരുവുകളിലൂടെ ഞങ്ങൾ നടക്കുവാണ്. സ്ക്രീൻ സ്പേസ് പോകുന്നു. വാ വാ വാ. അടുത്തത് ഒരു കരച്ചിൽ കാർഡ് എടുക്ക്. ബോംബെ പോയപ്പോ എന്നെ കരയിച്ച് എവിടെ പോയാലും കരച്ചിൽ കാർഡ് എടുക്കുന്ന അരുന്ധതി എന്നോട് മിണ്ടത്. ഛർദിൽ കാരണം നീ എന്തിനാന്ന് കരഞ്ഞേ? ഇവക്ക് കണ്ടന്റ് കിട്ടാത്തോണ്ട് കരഞ്ഞതാ. പിന്നെ കരഞ്ഞപ്പോ അത്ര കണ്ടൊക്കെയുള്ള കണ്ടന്റ്. അതുകൊണ്ട് തന്നെ റീലും ഉണ്ടാക്കി ആ സാധനങ്ങളിൽ. എന്താ സ്നേഹം, നീ മറ്റേ കരഞ്ഞോണ്ടിരിക്കുന്നത് എന്തിനായിരുന്നു? കരയിപ്പിച്ചത് ഇവന്മാരല്ലേ? ഒന്നും മിണ്ടായിരുന്ന അടുത്ത ലാലേട്ടന്റെ എപ്പിസോഡിലേക്ക് മിണ്ടാതിരിക്കരുത്. സ്ക്രീൻ സ്പേസ് പോവരുത്. വന്നോളൂ വർഷം. ഇങ്ങോട്ട് മാറി നടക്കുക. എന്റെ അപ്പനും അമ്മ എന്നെ ഏൽപ്പിച്ചേക്കുന്നത് നിന്നെ കായംകുളത്ത് തിരിച്ചു വരള്ള. നമ്മള് ലോകതാരത്തിലേക്കാണോ പോകുന്നത്? ഒരു ബാനറും കൊണ്ട് ഇവ നടപ്പുണ്ട്. അപ്പം അത് കഴിഞ്ഞ് എല്ലാവരുടെ ഫ്രണ്ടിൽ ഫോട്ടോ എടുക്കണം. കോടതി പോകുന്നവരെന്തുവാ നിക്കറിട്ടോണ്ട് പോണോ? അതെ, ഫോട്ടോഷൂട്ട് ഓവർ.
ഇന്ന പോസ്റ്റ് കൂടി നിൽക്കാൻ പറ. ഞങ്ങളിപ്പോൾ ഡിസൈഡ് ചെയ്തു ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോർട്ടിൽ പോവാമെന്ന്. അവിടെ നമ്മൾ നോക്കുന്നത് കോഡ് നമ്പർ, പക്ഷെ നമുക്ക് രജിസ്റ്റർ ചെയ്യണം. സോ ഞങ്ങൾ ഡിസ്ട്രിക്റ്റിൽ പോയിട്ട് ഏതൊരു കേസാണ് നമ്മളിപ്പോൾ ആലോചിക്കുന്നത്. ഞങ്ങൾ ആക്ച്വലി ആലോചിച്ച ക്യാൻറ്റീൻ വരെ പോകാനായിരുന്നു. കരുതൽ പറഞ്ഞ ഐ ഡി പ്രകാരം റിപ്പോർട്ട് ആലോചിച്ചതല്ല, ഞങ്ങൾ അതാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറയാതെ തപ്പിയിട്ട് കിട്ടുന്നില്ല. പക്ഷെ ഓക്കെ, നമുക്കപ്പോൾ അവിടോട്ട് പോവാം. അവരൊക്കെ എന്നെ നോക്കുന്നു വിചിത്ര ജീവിയെ പോലെ. അങ്ങനെ ഞങ്ങൾ കോടതിയിലെ പ്രൊസീജിയറൊക്കെ കണ്ട് ഇറങ്ങി. പിന്നെ ഞങ്ങൾ ക്യാൻറ്റീനിൽ വരെ ഇറങ്ങിയതാണ്. അല്ലേ പറയാം, എനിക്കങ്ങ് തലവേന എടുത്ത കോടതിക്കകത്ത് നിന്ന് പ്രൊസീഡിങ്സ് കേട്ട്. ഭയ്യ ഭയ്യ ശങ്കർ, എനിക്കൊരു വായ തരാമോ? എടുത്തോണ്ട് പാടി. പ്ലേറ്റ് ഒന്നും ഇല്ല. ഇങ്ങനെ ഞാൻ കൊടുക്കുന്നത്. മുകളിൽ ചെന്നിട്ട് മാറിയിരുന്നു ശരിക്കും. എന്നിട്ടും വേറൊരു ആളെ നോക്കി ഓവർ വെയിറ്റ് എന്ന് പറഞ്ഞു. वो अलार्म जब आएगा ना ओवर वेट की वजह से आती है. वो नहीं 9 नंबर का न्यायालय हॉल नंबर 9. हॉल नंबर 9 इसी. ഞങ്ങൾ അങ്ങനെ ഒരു 12:45 ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇനി പോയി ഭക്ഷണം കഴിച്ചു വന്നിട്ട് ബാക്കി. അങ്ങനെ യാത്ര ക്യാബിലായി. അരുന്ധതി, അതെ, അനിരുദ്ധ ഫ്രണ്ടിലിരിപ്പുണ്ട്. സോ നമ്മളിപ്പം 12:45 ആക്ച്വലി 12:45 ആയില്ലേ. സോ വി ആർ ഗോയിങ് ടു മല്ലു സ്റ്റോറീസ് ആഫ്റ്റർ ആർ ഈ കോർട്ട് വിസിറ്റും കാര്യങ്ങളും എല്ലാത്തിനും ശേഷം അവിടെ പോയിട്ട് ബാക്കി കാണിക്കാം. സ്ക്രീൻ സ്പേസ് ഏറ്റവും കൂടുതൽ ഇവർക്കാണ് കൊടുത്തിരിക്കുന്നത്. അരുന്ധതി, സ്ക്രീൻ സ്പേസ് പോയാൽ ഈ ആഴ്ച ഔട്ടാവും. എനിക്ക് പുറത്ത് ഭയങ്കര സപ്പോർട്ടുണ്ട്. ഞാൻ ഔട്ടാവത്തില്ല. പട്ടി കുരയ്ക്കും എഴുതേക്കാം. വീക്കിലി ബഡ്ജറ്റാ പോലെ എന്താ ഇങ്ങനെ അശ്വിനെ ഇതിലിരുന്ന് നമുക്ക് മണിപ്പൂർ ടാസ്കിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും ചെയ്യ. ഞാൻ അവിടെ വരാല്ലേ. അവര് തന്നെ അങ്ങോട്ടൊന്ന് മാറല്ലേ പയ്യ. അവർ തന്നെ അവിടെ നിന്ന് കണ്ടന്റ് ഉണ്ടാക്കുന്നത്. അവർക്ക് വരെ കണ്ടന്റായി. ഗ്രൂപ്പ് ലഞ്ച് ടൈമാണ്. അടുക്കളയിൽ നമ്മൾ കഴിക്കുന്നിടത്ത് വെച്ച് ആരും സംസാരിക്കാൻ പാടില്ല. ഇവിടെ ഇല്ല ഗൈസ്. അശ്വിന് ക്ഷമ പോയി, ഭക്ഷണവും വരുന്നില്ല. തരാം. നമ്മുടെ എല്ലാവരുടെയും പ്ലേറ്റ് കഴിഞ്ഞ് നോക്ക്. അത് കഴിഞ്ഞ് ലാസ്റ്റ് ആയപ്പോ അവരുടെ വന്നു. ഈ കൊച്ചു വെച്ചിനെ കണക്കിരിക്കുന്നത് ഇവനോ? ഇത് കണ്ടന്റിന് വേണ്ടിയിട്ടാ. പക്ഷെ ഉറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വോട്ട് വീഴത്തില്ല. എനിക്ക് എൻ്റെ ഓഡിയൻസിനോട് ഒറ്റ കാര്യം റിക്വസ്റ്റ് ചെയ്യാനുള്ളൂ. ദയവ് ചെയ്ത് നിങ്ങൾ കണ്ടന്റ് നോക്കി വോട്ട് ചെയ്യുക. പ്രേക്ഷക പിന്തുണ ഉണ്ടെന്നാണോ വിചാരം? പ്രേക്ഷക പിന്തുണ കാണും. എന്നെ ഇഷ്ടം എന്തോ അറിയില്ല, ഇഷ്ടമാണ്. പ്രേക്ഷക പിന്തുണ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഉണ്ടല്ലോ, പ്രേക്ഷക പിന്തുണ ഉണ്ടെന്ന് എനിക്ക് ഉണ്ട്. പ്രേക്ഷക പിന്തുണ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. പൂജ, നീ എന്താ പുറകെ സീറ്റ് വന്നിരിക്കാ? ഞാൻ ഇറക്കി. എന്തിനാ മോള് പോന്നെ? ഓക്കെ, സോ ഞങ്ങള് ഇനിയിപ്പോ പോകുന്ന കുറച്ച് സ്ട്രീറ്റ് ഷോപ്പിംഗ് ചെയ്യാനാണ്. മോളില് സ്ട്രീറ്റ് ഷോപ്പിംഗ്. ദയവ് ചെയ്ത് കണ്ടന്റ് ക്ഷാമൊന്നും പറഞ്ഞ് വഴിയിൽ കൂടെ പോകുന്നവരെ പിടിച്ചൊന്നും ചെയ്തേക്കരുത്. നമ്മൾ ചെയ്യത്തില്ല, പക്ഷെ ഇവിടെ ചെയ്യുന്ന വേറെ ചിലരുണ്ട്. സ്ട്രീറ്റ് ഷോപ്പിംഗ് got off and we started walking
പക്ഷെ 3:15 ആയി. ഇനി എങ്ങനെ ഒരു 15 മിനിറ്റ്സ് കാണിക്കുന്നുണ്ട്. നമ്മൾ ടീച്ചർ ബസ് ഞാൻ ബാക്കി പറയാം. കാലയുടെ ബാക്കി ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ബ്ലേസേഴ്സ് തലയിലിട്ടുണ്ട്. ഈ രൂപത്തിലാണ് ഞങ്ങൾ അപ്പുറത്തുനിന്ന് ക്രോസ് ചെയ്ത് ഇവിടെ വരെ വന്നത്. വെയിറ്റിംഗ് ഫോർ അവർ ബസ് ടു കം. കണ്ടന്റ് ഉണ്ടാക്കി സത്യം പറഞ്ഞാൽ. ഓക്കെ, അപ്പം ദിസ് വീഡിയോ ഇസ് ഗോയിങ് ടു എൻഡ് ഹിയർ. പ്ലീസ് ദയവേത് ഞങ്ങളെ ഇഷ്ടമുണ്ടെങ്കിൽ വോട്ട് തരിക. ബിക്കോസ് ഞങ്ങളെ പോലെ കണ്ടന്റ് ഉണ്ടാക്കുന്ന ആൾക്കാർ ഇനിയും ആ ഹൗസിൽ തുടരേണ്ടവരാണ്. ഞങ്ങൾ 5 ദിവസം കൂടെ നിന്ന് അത്രയും നല്ലതാവും അല്ലേ? എനിക്ക് 100 ദിവസം നിൽക്കണം. ഇവിടെ 5 ദിവസം കഴിഞ്ഞാൽ കേട്ടോ. എനിക്ക് കപ്പുണ്ട്. ധാരാളം എൻ്റെ വലത്തേക്ക് ഉയർത്താനാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുവാണ്. ഇഷ്ടമായെങ്കിൽ പ്ലീസ് വോട്ട് ചെയ്യുക. പറ, ഷെയർ സബ്സ്ക്രൈബ്. അതിനെ ബെല്ലൈക്കണും കൂടെ പിടിച്ച് അമ്മയ്ക്ക്